നമസ്കാരം. ഗ്രാമീയ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. മണലൂരിൽ ബൈക്കിടിച്ച് പരിക്കേറ്റ് ചികിത്സയിലായിരുന്നയാൾ മരിച്ചു. പെരിങ്ങോട്ടുകര കാനാടിക്കാവ് വിഷ്ണുമായ സ്വാമി ക്ഷേത്രത്തിലെ തിറവെള്ളാട്ട് മഹോത്സവത്തോടനുബന്ധിച്ച് കലാകാരന്മാരെ അനുമോദിച്ചു. യേശുവിന്റെ ജനനം മുതൽ ഉയർപ്പ് വരെയുള്ള മുഹൂർത്തങ്ങളുടെ ചിത്രപ്രദർശനം ദൈവപുത്രൻ ശ്രദ്ധേയമായി. വാർത്തകൾ തുടരുന്നു. ബൈക്കിടിച്ച് പരിക്കേറ്റ് ചികിത്സയിലായിരുന്നയാൾ മരിച്ചു. മണലൂർ കാർഗിൽ നഗറിൽ ചിറ്റിലപ്പള്ളി തോമസ് ആണ് മരിച്ചത്. 79 വയസ്സായിരുന്നു. ഡിസംബർ 29 രാവിലെ പള്ളിയിലേക്ക് നടന്നു പോകുമ്പോൾ ബൈക്ക് വന്ന് ഇടിക്കുകയായിരുന്നു. മണലൂർ സെന്റ് ഇഗ്നേഷ്യസ് പള്ളിക്ക് മുൻവശത്തുള്ള റോഡിൽ വെച്ചായിരുന്നു അപകടത്തിൽ ഗുരുതര പരിക്കേറ്റ തോമസിനെ തൃശൂർ അമല ആശുപത്രിയിലും പിന്നീട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെയും പ്രവേശിപ്പിച്ചു. ചികിത്സയിലിരിക്കെ ശനിയാഴ്ച രാവിലെ 7-നാണ് മരണപ്പെട്ടത്. ഭാര്യ മേരി, മക്കൾ മെർലി, ഷെർലി, ചാർലി, അലക്സാണ്ടർ, ആന്റണി, ഡെല്ല എന്നിവർ മരുമക്കളാണ്. സംസ്കാരം ഞായറാഴ്ച ഉച്ചതിരിഞ്ഞ് 3-ന് മണലൂർ സെന്റ് ഇഗ്നേഷ്യസ് പള്ളിയിൽ വെച്ച് നടത്തും. കാരമുക്ക് സെന്റ് ജോൺ ദി ബാപ്റ്റിസ്റ്റ് പള്ളിയിലെ 120-ാം സംയുക്ത തിരുനാളിനോടനുബന്ധിച്ച് ഒരുക്കിയ ദീപാലങ്കാരത്തിന്റെ സ്വിച്ച് ഓൺ കർമ്മം കടശാങ്കടവ് ഫെറോന വികാരി ഫാദർ റാഫേൽ ആക്കാമറ്റത്തിൽ നിർവഹിച്ചു. നമ്മുടെ തിരുനാളിന്റെ വലിയ സന്തോഷത്തിലേക്ക് കടക്കുമ്പോൾ തിരുനാളിനെ കുറെ കൂടി വർണ്ണാഭമാക്കുന്ന ഒന്നാണ് നമ്മുടെ ദീപാലങ്കാരം. അത് ഇവിടെ സ്വിച്ച് ഓൺ കർമ്മം നിർവഹിക്കാൻ പോവുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും തിരുനാളിൻ്റെ എല്ലാ മംഗളങ്ങളും നേരുന്നു, ദൈവാനുഗ്രഹം നേരുന്നു. നമ്മുടെ ഇടവകയ്ക്ക് ഇത് വലിയൊരു ദൈവാനുഗ്രഹത്തിൻ്റെ അവസരമായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പിതൃവേദി സംഘടനയുടെ ആഭിമുഖ്യത്തിൽ വിവിധ യൂണിറ്റുകൾ പിണ്ടി അലങ്കാര മത്സരം നടത്തി. തുടർന്ന് ഫ്യൂഷൻ നൈറ്റും ഉണ്ടായിരുന്നു. വികാരി ഫാദർ ടോണി റോസ് വാഴപ്പിള്ളി, തിരുനാൾ ജനറൽ കൺവീനർ AV ജോയ്, ഉപരക്ഷാധികാരി മദർ C ആഞ്ചല, കൈകാരന്മാരായ നെൽസൺ V മാത്യു, സിംസൺ P വർഗീസ്, BM അമർ, പിതൃവേദി സംഘടനാ പ്രസിഡന്റ് നെൽസൺ തോലത്ത്, ട്രഷറർ TJ ദാസൻ എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. വാടാനപ്പള്ളി നടുവിൽക്കര പുത്തില്ലത്ത് അയ്യപ്പസ്വാമി ക്ഷേത്രത്തിലെ ദേശവിളക്ക് മഹോത്സവത്തോടനുബന്ധിച്ച് കലാസന്ധ്യ നടത്തി. വെള്ളിയാഴ്ച വൈകിട്ട് വിവിധ ടീമുകളുടെ തിരുവാതിരക്കളി, തുടർന്ന് കുമാരി ആശാ സുരേഷ് അവതരിപ്പിച്ച സോവാന, സംഗീതാർച്ചന എന്നിവ നടത്തി. ഞരളത്ത് രാമപൊതുവാൾ പുരസ്കാര ജേതാവ് കൂടിയായ ആശാ സുരേഷിനെ ചടങ്ങിൽ ആദരിച്ചു. പുത്തില്ലത്ത് ക്ഷേത്ര സംരക്ഷണ ആഘോഷ കമ്മിറ്റി പ്രസിഡന്റ് നന്ദകുമാർ മണത്തല, സെക്രട്ടറി ഷാജി പള്ളിത്താഴത്ത്, ട്രഷറർ മദനൻ മാനങ്ങത്ത് എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി. സുഗണങ്ങൾ ഒഴിയുന്നയ്യാ ദുഃഖങ്ങൾ നീങ്ങിടുമ്പോൾ മനവും തനുവും തരളിതമാകും, മനവും തനുവും തരളിതമാകും. സ്വാമി നിന്റെ കടാക്ഷത്താൽ, സ്വാമി നിന്റെ കടാക്ഷത്താൽ. സ്വാമി ശരണം, സ്വാമി ശരണം, സ്വാമി ശരണമയ്യപ്പ.
അഖിലേന്ത്യാ മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് തൃശൂർ ജില്ലാ നേതൃസമ്മേളനവും പുതിയ ജില്ലാ പ്രസിഡന്റായി KV സിജിത് ചാർജ് ഏറ്റെടുക്കൽ ചടങ്ങും നടത്തി. വടനപ്പള്ളി ഗ്രാമപഞ്ചായത്ത് ഹാളിൽ നടത്തിയ നേതൃസമ്മേളന യോഗം മുൻ MPയും AICC സെക്രട്ടറിയുമായ TN പ്രതാപൻ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റായിരുന്ന സുരേന്ദ്രൻ മരക്കാർ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന പ്രസിഡന്റ് G. ലീലാകൃഷ്ണൻ മുഖ്യപ്രഭാഷണം നടത്തി. അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി മുനമ്പം സന്തോഷ്, സംസ്ഥാന ഭാരവാഹികളായ AM അലാവുദ്ദീൻ, KD വീരമണി, C. മുസ്തഖലി, മുസ്ലിം യൂത്ത് ലീഗ് ജില്ലാ പ്രസിഡന്റ് AM സനൌഫൽ, DCC ഭാരവാഹികളായ VG അശോകൻ, KB ജയറാം, K. ദിലീപ് കുമാർ, അനിൽ പുളിക്കൽ, CM നൌഷാദ്, സുനിൽ ലാലൂർ, KS ദീപൻ, UK പീതംബരൻ, തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് രഞ്ജില ഗിരി, MA മുസ്തഫ, AA മുഹമ്മദ് ഹാഷിം, മണി കാവുങ്ങൽ എന്നിവർ സംസാരിച്ചു. രാഹുൽ ഗാന്ധിയാണ് പ്രത്യേകം താല്പര്യമെടുത്ത് കോൺഗ്രസ് പ്രസിഡന്റായിരുന്ന സോണിയാഗാന്ധിയോട് പ്രത്യേകം പറഞ്ഞ് മത്സ്യത്തൊഴിലാളികൾ ഒരു അഖിലേന്ത്യാ സംഘടന ഉണ്ടാക്കിയത്. ഓൾ ഇന്ത്യ മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് എന്ന പേരിൽ AICCയുടെ ഡിപ്പാർട്ട്മെന്റുകളിൽ ഒന്നായി ഈ സംഘടനയെ രാഹുൽ ഗാന്ധി പ്രഖ്യാപിച്ചു. അതിന് ആദ്യത്തെ പ്രസിഡന്റാവാൻ വേണ്ടി ആഗ്രഹം പ്രകടിപ്പിച്ച ആളുകൾ വേറെ പലരും ഉണ്ടായിരുന്നു. പക്ഷേ നിർഭാഗ്യമോ അല്ലെങ്കിൽ ഭാഗ്യമോ എന്ന് പറയട്ടെ, എന്നെ ഡൽഹിയിലേക്ക് വിളിപ്പിച്ച് രാഹുൽ ഗാന്ധി അദ്ദേഹത്തിൻ്റെ വസതിയിലേക്ക് വിളിപ്പിച്ച് ഈ ചുമതല ഏറ്റെടുക്കണമെന്ന് പറഞ്ഞ് എനിക്ക് ഹിന്ദി അറിയില്ല, എന്നെ പരിമിതമായ ഇംഗ്ലീഷ് എനിക്ക് അറിയുള്ളൂ, വളരെ പരിമിതമായ ഇംഗ്ലീഷ് അറിയുള്ളൂ. ഞാൻ അതെല്ലാം അദ്ദേഹത്തോട് ബോധ്യപ്പെടുത്തി. എനിക്ക് ഹിന്ദി അറിയില്ല, എനിക്ക് പരിമിതമായ ഇംഗ്ലീഷ് അറിയുള്ളൂ. അതുകൊണ്ട് എൻ്റെ കയ്യിൽ ഇന്ത്യ മുഴുവൻ പോകാനുള്ള സാമ്പത്തിക ശേഷിയുമില്ല. അതുകൊണ്ട് എനിക്ക് ഇത് ഏറ്റെടുക്കാൻ പല പരിമിതി ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് നിർബന്ധമായും ഇന്ത്യയിൽ ആദ്യമായി മത്സ്യത്തൊഴിലാളികൾക്ക് അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റി സംഘടന ഉണ്ടാക്കുന്നു. തൊഴിലുറപ്പ് പദ്ധതി അട്ടിമറിക്കുന്ന കേന്ദ്ര സർക്കാരിന്റെ നയത്തിനെതിരെ നടക്കുന്ന സമരപരിപാടി വിജയിപ്പിക്കുന്നതിനു വേണ്ടി തൃത്തല്ലൂർ ലോക്കൽ കമ്മിറ്റി സംഘാടക സമിതി രൂപീകരിച്ചു. യോഗം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി സുരേഷ് മഠത്തിൽ ഉദ്ഘാടനം ചെയ്തു. ജനുവരി 5-ന് വൈകിട്ട് 4 മണിക്ക് എല്ലാ വാർഡിലും തൊഴിലുറപ്പ് അസംബ്ലി എന്ന പേരിൽ സമരം നടത്താനും ജനുവരി 19-ന് രാവിലെ മുതൽ തൃശൂർ സ്വരാജ് റൗണ്ടിൽ നടക്കുന്ന പ്രതിഷേധ വലയത്തിൽ 1000 തൊഴിലാളികളെയും ബഹുജനങ്ങളെയും പങ്കെടുപ്പിക്കാനും യോഗം തീരുമാനിച്ചു. NREG വർക്കേഴ്സ് യൂണിയൻ പഞ്ചായത്ത് കമ്മിറ്റി സെക്രട്ടറി ഹേമലത പ്രതാപൻ അധ്യക്ഷത വഹിച്ചു. ശാന്തി ബാസി, MP ഭാസ്കരൻ, PR സുഷിൽ, AA യൂസഫ്, ഗിരീഷ് മാത്തുക്കാട്ടിൽ എന്നിവർ സംസാരിച്ചു. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. കാനാടിക്കാവ് ശ്രീ വിഷ്ണുമായ സ്വാമി ക്ഷേത്രത്തിലെ പ്രസിദ്ധമായ തിറവെള്ളാട്ട് മഹോത്സവം ജനുവരി 4 ഞായറാഴ്ച രാവിലെ 10 മുതൽ തിറവെള്ളാട്ട് മഹോത്സവത്തിന്റെ ആചാരാനുഷ്ഠാനങ്ങളിൽ അതിപ്രധാനമായ രൂപക്കളം തൊഴൽ മഠാധിപതി ബ്രഹ്മശ്രീ ഡോക്ടർ വിഷ്ണു ഭാരതീയ സ്വാമിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ നടത്തപ്പെടുന്നു. ഈ ധന്യമായ ഭക്തിസാന്ദ്രമായ ചടങ്ങുകളിൽ പങ്കെടുത്ത് ഭഗവാൻ വിഷ്ണുമായ സ്വാമിയുടെ അനുഗ്രഹം നേടുന്നതിന് പെരിങ്ങോട്ടുകര കാനാടിക്കാവ് വിഷ്ണുമായ ക്ഷേത്ര സന്നിധിയിലേക്ക് ഏവരെയും സാദരം ക്ഷണിക്കുന്നു. ഹേയ്, ഒരു നിമിഷം. വർദ്ധിച്ചു വരുന്ന ഈ വൈദ്യുതി ബിൽ നിങ്ങളുടെ സമാധാനം എല്ലാ മാസവും ഇല്ലാതാക്കുകയാണോ? ഇനി വൈദ്യുതി ബില്ലിനെ ഭയക്കേണ്ട. ദിവസം വെറും 85 രൂപ മുടക്കിയാൽ നിങ്ങൾക്കും ടാറ്റയുടെ സോളാർ സ്വന്തമാക്കാം. അതും വെറും 6% പലിശയിൽ ലോൺ സൗകര്യവും. നിങ്ങളുടെ സ്വന്തം വീട്ടിൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാനും ഗാർഹിക ഉപകരണങ്ങൾക്ക് പുറമെ നിങ്ങളുടെ ഇലക്ട്രിക് വാഹനം സൗജന്യമായി ചാർജ് ചെയ്യാനും സാധിക്കും. ഇന്ത്യയുടെ നമ്പർ 1 ബ്രാൻഡായ ടാറ്റ പവർ സോളാറിലൂടെ സർക്കാരിന്റെ PM സൂര്യഘർ യോജന വഴി നിങ്ങൾക്ക് 78,000 രൂപ വരെ സബ്സിഡി നേടാം. ഒന്ന് ചിന്തിച്ചു നോക്കൂ, ഈ കിട്ടുന്ന 78,000 രൂപ കൊണ്ട് നിങ്ങൾക്ക് ഏകദേശം 2 വർഷം വരെയുള്ള EMI അടച്ചു തീർക്കാം. അതായത് ആദ്യത്തെ 2 വർഷം നിങ്ങൾക്ക് കാര്യമായ സാമ്പത്തിക ബാധ്യതയില്ല. അതിനു പുറമെ ടെക്കറ്റ് ടാറ്റ നിങ്ങൾക്കായി നൽകുന്നു 15,000 രൂപയുടെ സ്പെഷ്യൽ ഡിസ്കൗണ്ടും. പക്ഷേ ഒന്നോർക്കുക, 15,000 രൂപയുടെ ഈ ഡിസ്കൗണ്ട് വളരെ കുറച്ച് ആളുകൾക്ക് മാത്രം. ഈ അവസരം നഷ്ടപ്പെടുത്തരുത്. ഉയർന്ന ബില്ലുകൾക്ക് വിട പറയൂ. ബുക്കിംഗിന് വേണ്ടി ഇപ്പോൾ തന്നെ ടെക്കറ്റ് ടാറ്റയെ വിളിക്കൂ. നിങ്ങളുടെ അധ്വാനത്തിന് സത്യമുണ്ട്. ഞങ്ങളുടെ സ്വർണത്തിനും. ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ്, കൊടുങ്ങല്ലൂർ റോഡ്, തൃപ്രയാർ. സ്വർണത്തിന്റെ സത്യം. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ,
പരിഹാരവും ഉണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. വാർത്തകൾ തുടരുന്നു. കണ്ടശാങ്കടവ് യൂണിസാറ്റ് കമ്മ്യൂണിക്കേഷനിൽ സമ്മാന നറുക്കെടുപ്പ് നടത്തി. മണലൂർ ഗ്രാമപഞ്ചായത്ത് അംഗം ജോജു തേക്കാനത്ത് ഉദ്ഘാടനം ചെയ്തു. പറയാതിരിക്കാൻ പറ്റില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ ദുഃഖമേറിയ ഒരു വർഷമായിരുന്നു 2025. ശാന്തി ഒരു സ്ഥലത്തും ഉണ്ടായിരുന്നില്ല. ഇപ്പം എൻ്റെ 2 മക്കളും പുറത്താണ്. പശ്ചിമേഷ്യ രാജ്യങ്ങളിലൊക്കെ ഗൾഫ് മേഖലകളിലൊക്കെ ആ ശാന്തിയുടെ ഒരു സമാധാനമില്ലാത്ത ഒരു കാലഘട്ടം 2025 നമുക്ക് സമ്മാനിച്ചു. അതുപോലെ തന്നെ മറ്റു മേഖലകളിലും ഒക്കെ ഒരു അശാന്തിയായിരുന്നു. 2026 നമുക്ക് ശുഭത്തിൻ്റെ അല്ലെങ്കിൽ ശാന്തിയുടെയും സമാധാനത്തിൻ്റെയും വർഷമാകട്ടെ. അതുപോലെ തന്നെ യൂണിസാറ്റിൻ്റെ ഈ പരിപാടി ഞാൻ ക്ഷണിച്ചതിനുള്ള നന്ദിയും അതുപോലെ തന്നെ കടപ്പാടും ഞാൻ അറിയിക്കുകയാണ്. TV പ്രഭാകരൻ അധ്യക്ഷത വഹിച്ചു. പാർട്ണർമാരായ സിജു കുണ്ടുകുളം, പ്രദീപ് നാരായണൻ, മുരളി വല്ലത്തുപറമ്പിൽ, അജയ്കുമാർ, NK ജയന്തൻ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. ടെക്നീഷ്യന്മാർ, സ്റ്റാഫുകൾ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. നറുക്കെടുപ്പിൽ സമ്മാനാർഹരായ സബിത ഇയാനി, CV തോമസ്, രാജേഷ് കൊടക്കാട്ടിൽ, ഹരിദാസ് ആശാൻപുരയ്ക്കൽ, അസ്മാബി അബ്ദുള്ള, VS മോഹനൻ, രവികുമാർ കൊട്ടേക്കാട്ട്, അനിരുദ്ധൻ പണ്ടാരൻ, ഇട്ടിയച്ചൻ കുരുതുകുളങ്ങര, ബാലകൃഷ്ണൻ മാങ്ങാട്ടുകര എന്നിവരെ തിരഞ്ഞെടുത്തു. കാനാടിക്കാവ് ശ്രീ വിഷ്ണുമായ സ്വാമി ക്ഷേത്രത്തിലെ തിറവെള്ളാട്ട് മഹോത്സവത്തോടനുബന്ധിച്ച് നടന്ന നൃത്ത സംഗീതോത്സവത്തിൽ പങ്കെടുത്ത കലാകാരന്മാരെ അനുമോദിച്ചു. 10 ദിവസം വിവിധ വേദികളിലായി നടന്ന 500-ൽ പരം കലാകാരന്മാർ കാഴ്ചവെച്ച വാദ്യ നൃത്ത സംഗീത കലാപ്രകടനങ്ങൾ മികവുറ്റതായിരുന്നു. നാട്ടിക MLA CC മുകുന്ദൻ അനുമോദന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. അപ്പോൾ ഞാൻ സ്വാമിയായിട്ട് വിഷ്ണുഭാരതീയ സ്വാമിയായിട്ട് ഒന്ന് സംസാരിക്കുകയുണ്ടായി. അപ്പോൾ സ്വാമി എന്നോട് പറഞ്ഞത് 9 ദിവസം നീണ്ടു നിന്ന നമ്മുടെ ഈ തിറവെള്ളാട്ട് മഹോത്സവത്തിൻ്റെ വിവിധ സംസ്ഥാനത്തിൽ നിന്നും 500 കണക്കിന് ജനപ്രതിനിധികൾ നമ്മുടെ കലോത്സവമായി പങ്കെടുത്തു എന്നാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്. എന്നൊക്കെ പറയുമ്പോൾ തന്നെ നമ്മുടെ ഈ ക്ഷേത്രത്തിനെ സംബന്ധിച്ച് വിവിധ സംസ്ഥാനങ്ങളുമായി കൂട്ടിച്ചേർത്തിക്കൊണ്ടുള്ള ഒരു പ്രവർത്തന ശൈലി നമ്മുടെ ഇതിൻ്റെ പ്രവർത്തനവുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ തിറവെട്ട് മഹോത്സവത്തിൻ്റെ ചുമതല വഹിക്കുന്ന സ്വാമിയുടെ പ്രവർത്തനം നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ മഹനീയമാണ്. അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ MV സുരേഷ് പങ്കെടുത്തു. മഠാധിപതി ഡോക്ടർ വിഷ്ണു ഭാരതീയ സ്വാമിയുടെ ആശീർവാദത്തോടെ നടന്ന സമ്മേളനത്തിൽ സ്ഥലം MLAയും ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറും ചേർന്ന കലാകാരന്മാർക്കുള്ള ട്രോഫികൾ നൽകി. ചടങ്ങിൽ വിവിധ സംഗീത നൃത്ത വിദ്യാലയങ്ങളിലെ ഗുരുക്കന്മാരെയും ആദരിച്ചു. യേശുവിന്റെ ജനനം മുതൽ ഉയർപ്പ് വരെയുള്ള മുഹൂർത്തങ്ങളുടെ ചിത്രപ്രദർശനം ദൈവപുത്രൻ ശ്രദ്ധേയമായി. മതിലകം സെന്റ് ജോസഫ് സിറിയൻ ദേവാലയം പാരിഷ് ഹാളിലാണ് ഇരട്ട സഹോദരികളായ ആൻലിറ്റ് എന്നിവർ ചിത്രപ്രദർശനം ഒരുക്കിയിട്ടുള്ളത്.
കുഞ്ഞുനാൾ മുതൽ ചിത്രകലയെ ധ്യാനിക്കുകയും പ്രതിഭയുടെ കയ്യൊപ്പ് ചാർത്തുകയും ചെയ്ത ഇരട്ട സഹോദരിമാരാണ് ബൈബിളിലൂടെ വരയുടെ ഭാവനാപൂർണമായ സഞ്ചാരം നടത്തുന്നത്. ബൈബിളിലെ സവിശേഷ മുഹൂർത്തങ്ങളെ നിറക്കൂട്ടിന്റെ ഭാവനാപൂർണമായ രചനാശൈലിയിലൂടെ ഓരോ വിശ്വാസിയുടെയും ആത്മാവിന്റെ ആഴങ്ങളിലേക്ക് സന്നിവേശിപ്പിക്കുകയാണ് ഇരുവരും. ബൈബിൾ അധിഷ്ഠിത ചിത്രങ്ങളോടൊപ്പം പ്രകൃതിയുടെ വിവിധ ദൃശ്യങ്ങളുടെ ക്യാൻവാസ് രചനകളും ഉൾപ്പെടുന്ന പ്രദർശനവും ഒരുക്കിയിട്ടുണ്ട്. മതിലകം പുന്നയ്ക്ക ബസാർ സ്വദേശി കാക്കശ്ശേരി സന്തോഷ് മെൽഫിൻ ദമ്പതികളുടെ മക്കളായ ഇരുവരും ഇതിനകം നിരവധി ചിത്രകലാ അംഗീകാരങ്ങൾ നേടിയിട്ടുണ്ട്. കേരള ലളിതകലാ അക്കാദമി സമ്മാനങ്ങൾക്ക് പുറമെ മുൻപ് ബ്രിട്ടീഷ് എലിസബത്ത് രാജ്ഞിയുടെ പ്രശംസയ്ക്കും പാത്രമായിട്ടുള്ള പ്രതിഭകളാണ്. വാട്ടർ കളർ, അക്രിലിക്, ഓയിൽ പേസ്റ്റൽ എന്നീ മീഡിയകളിലൂടെയാണ് രചനയിലേറെയും. ഞങ്ങളുടെ ആദ്യമായിട്ട് ഇവിടെ ചിത്ര പ്രദർശനം നടത്തുകയാണ്. ഞങ്ങളും ഒരു 3-4 ഇയേഴ്സായിട്ട് ഡ്രോയിങ് പഠിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ പ്ലാൻ ചെയ്ത് ദൈവത്തിൻ്റെ ജനനം തുടങ്ങി ഉദ്ധാനം വരെയുള്ള കാര്യങ്ങളാണ് ഞങ്ങളിവിടെ ചിത്ര പ്രദർശനത്തിന് വേണ്ടി. ഞങ്ങളെല്ലാ പെയിൻറ്റിങ്ങും ഇപ്പോൾ ചെയ്തിരിക്കുന്നത് ആക്രിലിക്കാണ്. പിന്നെ 2 പിക്ചേഴ്സ് മാത്രമാണ് വാട്ടർ കളറിൽ ചെയ്തിട്ടുള്ളൂ. ഇതിന് ഞങ്ങൾ ഒരു 3-4 ഡേയ്സ് ഒരു പെയിൻറ്റിങ്ങിന് വേണ്ടി ഞങ്ങൾ യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ വെക്കേഷൻസ് മാത്രമാണ് ഈ ഡ്രോയിങ്ങിൻ്റെ ആവശ്യത്തിന് വേണ്ടി ഞങ്ങൾ യൂസ് ചെയ്യുന്നത്. ബാക്കിയുള്ള ടൈമൊക്കെ സ്റ്റഡീസിന് വേണ്ടിയിട്ടാണ് യൂട്ടിലൈസ് ചെയ്യാറ്. 30ഓളം ചിത്രങ്ങളാണ് ദൈവപുത്രൻ എന്ന പ്രദർശനത്തിലുള്ളത്. ഇരിങ്ങാലക്കുട രൂപത മെത്രാൻ മാർ പോളി കണ്ണൂക്കാടൻ പ്രദർശനം ഉദ്ഘാടനം ചെയ്തു. ഫാദർ അരുൺ തെക്കിനത്ത്, ആർട്ടിസ്റ്റ് നന്ദകുമാർ പായമ്മൽ എന്നിവർ മുഖ്യാതിഥികളായി. ദേശീയപാതയിൽ ശ്രീനാരായണപുരത്ത് നിയന്ത്രണം വിട്ട കാർ ഇലക്ട്രിക് പോസ്റ്റിലിടിച്ചു. അപകടത്തിൽ ആർക്കും പരിക്കില്ല. ശനിയാഴ്ച രാവിലെ 6:30യോടെയായിരുന്നു അപകടം. തമിഴ്നാട് സ്വദേശികളാണ് കാറിലുണ്ടായിരുന്നത്. കാറിന്റെ മുൻഭാഗം തകർന്നിട്ടുണ്ട്. ഡിവൈഎഫ്ഐ SN പുരം മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ യൂത്ത് ബ്രിഗേഡ് പാലിയേറ്റീവ് സെന്റർ പ്രവർത്തനം ആരംഭിച്ചു. ഡിവൈഎഫ്ഐ സംസ്ഥാന സെക്രട്ടറി VK സനോജ് ഉദ്ഘാടനം ചെയ്തു. മേഖലാ പ്രസിഡന്റ് സഖനേവ് അധ്യക്ഷത വഹിച്ചു. ഡിവൈഎഫ്ഐ ജില്ലാ സെക്രട്ടറി KS റോസൽ രാജ്, കൊടുങ്ങല്ലൂർ ബ്ലോക്ക് സെക്രട്ടറി PH നിയാസ്, ജില്ലാ കമ്മിറ്റി അംഗം റീമ K ഹമീദ്, ബ്ലോക്ക് ജോയിന്റ് സെക്രട്ടറി CS സുജിത്, മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് TK രമേശ് ബാബു, ഏരിയ കമ്മിറ്റി അംഗം KK അബീദ് അലി, CPM SN പുരം ലോക്കൽ സെക്രട്ടറി MS മോഹനൻ, മേഖലാ സെക്രട്ടറി ദിബീഷ് മാധവൻ, മേഖലാ ട്രഷറർ വിദുൻ എന്നിവർ സംസാരിച്ചു. 16ാമത് PJ ആന്റണി സ്മാരക പുരസ്കാരം നേടിയ നാടകരചയിതാവ് സുധീഷ് അമ്മവീടിനെ ചടങ്ങിൽ ആദരിച്ചു. പാലിയേറ്റീവ് സെന്ററിലേക്ക് നൽകിയ സഹായങ്ങളും സ്വീകരിച്ചു. ഇന്നിപ്പോ ഡിവൈഎഫ്ഐ ഇത്തരം പ്രവർത്തനങ്ങളിൽ കൂടി ജനങ്ങൾക്കിടയിൽ കൂടുതൽ ശക്തമായി ഇറങ്ങിയ സന്ദർഭത്തിൽ ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്ന ഞങ്ങളെ ആക്ഷേപിക്കാൻ പലതരത്തിലുള്ള വാദങ്ങളുമായി ആളുകൾ കടന്നു വരുന്നുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഡിവൈഎഫ്ഐ സമരമെല്ലാം ഉപേക്ഷിച്ച് സന്നദ്ധ സേവന പ്രവർത്തനങ്ങളിലേക്ക് ചുരുങ്ങിയിരിക്കുന്നു എന്ന ഒരു ആക്ഷേപമാണ്. ഇങ്ങനെയുള്ള ആക്ഷേപങ്ങൾക്ക് ഞങ്ങൾ നേരത്തെയും മറുപടി പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് 1980-ൽ ഡിവൈഎഫ്ഐ രൂപീകരിക്കുന്ന ഘട്ടത്തിൽ തന്നെ. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. മനം കവരും സ്വർണ്ണ വജ്രശോഭയിൽ മനോഹരമായ ഡിസൈനുകൾ, ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ മികച്ച കളക്ഷൻസ്, 3 പതിറ്റാണ്ടിലേറെ പാരമ്പര്യത്തോടെ മുഗൾ ഗോൾഡൻ ഡയമണ്ട്സ്, തൃപ്രയാർ 3 പീടിക. ആദ്യമൊക്കെ ആളുകൾ എന്നെ കാണുമ്പോൾ ചോദിക്കുമായിരുന്നു, എന്താ നിന്റെ മുഖത്തൊരു ആത്മവിശ്വാസക്കുറവെന്ന്. ഇപ്പൊ ചോദ്യം മാറി, എന്താ നിന്റെ മുഖത്തൊരു ഓവർ കോൺഫിഡൻസ് എന്നായി. സത്യത്തിൽ ഇത് ഓവർ കോൺഫിഡൻസ് അല്ല, കോൺഫിഡൻസ് ആണ്.
ഡോക്ടർ ഷെൽവി കെ ശ്രീജിത്തിന്റെ നേതൃത്വത്തിൽ സ്പർശ ആയുർവേദിക് ബ്യൂട്ടി പാർലർ ആൻഡ് കോസ്മെറ്റോളജി ക്ലിനിക് നൽകുന്ന കോൺഫിഡൻസ്. മുഖക്കുരു, കറുത്ത പാടുകൾ, കരിമംഗല്യം, താരൻ, മുടികൊഴിച്ചൽ, അരിമ്പാറ എന്നിവയ്ക്ക് പൂർണ്ണമായും ആയുർവേദ ഔഷധങ്ങൾ ഉപയോഗിച്ചുള്ള ആയുർവേദ കോസ്മെറ്റോളജി ചികിത്സ. സ്പാ, പെഡിക്യൂർ, മാനിക്യൂർ, ആയുർവേദ ഫേഷ്യൽ, ഹെയർ കട്ട്, കളറിംഗ് തുടങ്ങി എല്ലാവിധ സർവീസുകളും ലഭ്യമാണ്. ഉഴിച്ചിൽ, പിഴിച്ചിൽ, ധാര, കിഴി തുടങ്ങി കേരളീയ ചികിത്സയ്ക്ക് പുറമെ പഞ്ചകർമ്മ ചികിത്സകളും ലഭ്യമാണ്. സ്പർശ ആയുർവേദ ക്ലിനിക് ആൻഡ് ആയുർവേദിക് ബ്യൂട്ടി പാർലർ നിയർ സൗത്ത് പെട്രോൾ പമ്പ്, ത്രിപുര. വാർത്തകൾ തുടരുന്നു. കാനാടിക്കാവിൽ തിമിലയിൽ താളവിസ്മയം തീർത്ത് കോങ്ങാട് മധു. പെരിങ്ങോട്ടുകര കാനാടിക്കാവ് ശ്രീ വിഷ്ണുമായ സ്വാമി ക്ഷേത്രത്തിലെ തിറവെള്ളാട്ട് ഉത്സവത്തിൽ 1-ാം ദിവസത്തെ ഭഗവാന്റെ പുറത്തേക്കെഴുന്നള്ളിപ്പിന് അകമ്പടിയായി കോങ്ങാട് മധുവിന്റെ നേതൃത്വത്തിൽ നടന്ന പഞ്ചവാദ്യമേളം മേളപ്രേമികൾക്ക് ആവേശമായി. ഒരുമനയൂർ പുരുഷോത്തമന്റെ നേതൃത്വത്തിൽ നാദസ്വരവും കൂടാതെ വിവിധ തരം കാവടിയാട്ടവും ശിങ്കാരിമേളവും എഴുന്നള്ളിപ്പ് ചടങ്ങുകൾക്ക് പൊലിമ കൂട്ടി. ചാഴൂർ ശ്രീനാരായണ മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ NSS സപ്തദിന ക്യാമ്പ് സമാപിച്ചു. പെരിങ്ങോട്ടുകര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലായിരുന്നു ക്യാമ്പ്. സമാപന സമ്മേളനം ചാഴൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷില്ലി ജിജുമോൻ ഉദ്ഘാടനം ചെയ്തു. ചാഴൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് TS ഷാജി അധ്യക്ഷനായി. പ്രിൻസിപ്പൽ നൈസൺ പൗലോസ്, പ്രോഗ്രാം ഓഫീസർ ഷൈനി EA, അധ്യാപകരായ ആദിത്യ CS, ഹേന ബാബു എന്നിവർ സംസാരിച്ചു. അടുക്കളത്തോട്ടം നിർമ്മിച്ചു നൽകിയും തൊഴിലുറപ്പുകാരുടെ കൂടെ ശ്രമദാനം നടത്തിയും അംഗനവാടി മോടി പിടിപ്പിച്ചും വയോജനങ്ങൾക്കും വീട്ടമ്മമാർക്കും ഡിജിറ്റൽ അവബോധം നൽകിയും ഹരിതകർമ്മസേന പ്രവർത്തകരെ ആദരിച്ചും ലഹരിക്കെതിരെ ഒത്തുചേർന്നും എയ്ഡ്സ് ബോധവൽക്കരണം നടത്തിയും 7 ദിവസം വോളണ്ടിയർമാർ ജനങ്ങൾക്കിടയിൽ പ്രവർത്തിച്ചു. പാർട്ട് ONA ഫിലിംസ് തൃശൂർ സംഘടിപ്പിച്ചു വരുന്ന ഭരത് PJ ആന്റണി സ്മാരക നാഷണൽ അവാർഡ് നേടിയ പെരിങ്ങോട്ടുകര കിഴക്കുമുറി സ്വദേശി ഉണ്ണി സലേഷിനെ ആദരിച്ചു. 30 മിനിറ്റ് ദൈർഘ്യമുള്ള ഹ്രസ്വചിത്ര വിഭാഗത്തിൽ മികച്ച സംവിധായകനാണ് അവാർഡ്. സലേഷ് സംവിധാനം ചെയ്ത ഹൃദയത്തിൽ നിന്ന് എന്ന ചിത്രത്തിന് 7 അവാർഡുകൾ ലഭിച്ചിട്ടുണ്ട്. ജില്ലാ പഞ്ചായത്ത് അംഗം KP സന്ദീപ് ഉണ്ണി സലേഷിനെ ആദരിച്ചു. ചടങ്ങിൽ ബ്ലോക്ക് മെമ്പർ MV സുരേഷ്, ചലച്ചിത്ര നാടക സംവിധായകൻ വൈശാഖ് അന്തിക്കാട്, വാർഡ് മെമ്പർ അജിത മോഹനൻ, ദീപ അജയ്, സുഭദ്ര രവി, രാജൻ അടിയാറ, നന്ദകുമാർ എന്നിവർ പങ്കെടുത്തു. PJ ആന്റണി സ്മാരക പുരസ്കാരത്തിന് മികച്ച ഷോർട്ട് ഫിലിം സംവിധായകനായും നടനായും ഹൃദയത്തിൽ നിന്ന് എന്ന ഷോർട്ട് ഫിലിം സംവിധാനം ചെയ്തുകൊണ്ട് നമ്മുടെ പ്രദേശത്തിൻ്റെ ആകെ അഭിമാനമായി മാറിയ യുവ ഡോക്യുമെൻ്ററി സംവിധായകനെ ആദരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞങ്ങളെല്ലാവരും ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത്. വളരെ സാധാരണ ജീവിത സാഹചര്യങ്ങളിൽ നിന്ന് ചലച്ചിത്ര മേഖലയിലേക്കും ഷോർട്ട് ഫിലിം രംഗത്തേക്കും തൻ്റെ പ്രയാസങ്ങൾക്കിടയിലും തൻ്റെ കഴിവും മികവും പ്രകടിപ്പിച്ചുകൊണ്ട് ഉയർന്നു വരുന്ന സലേഷ് എന്ന ഉണ്ണിമോൻ ഇനിയും കൂടുതൽ ഉയരങ്ങളിലേക്ക് എത്തട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. നമ്മുടെ 5-ാം വാർഡ് നിവാസികളെ സംബന്ധിച്ച്, താന്യം ഗ്രാമപഞ്ചായത്തിനെ സംബന്ധിച്ചും സലേഷിൻ്റെ നേട്ടം ഏറെ സന്തോഷവും
അതിനേക്കാളേറെ അഭിമാനം നൽകുന്ന ഒന്നാണ്. ഗ്രാമത്തിൽ നിന്ന് എല്ലാവരുടെയും പ്രതീക്ഷകൾ വലിയവരാകണം എന്നുള്ളതാണ്. പക്ഷേ ഏറ്റവും ദുർബലരായ മനുഷ്യർക്ക് അങ്ങനെ പ്രതീക്ഷകൾ അർപ്പിക്കാനായിട്ട് പ്രയാസകരമാണ്. ജീവിതത്തിൻ്റെ പ്രയാസങ്ങൾ മാറ്റിവെച്ച് ഒരു ലക്ഷ്യത്തിന് വേണ്ടി പ്രവർത്തിക്കുകയും ആ ലക്ഷ്യം ചെയ്യപ്പെടുകയും ചെയ്തിരിക്കുകയാണ്. 7 അവാർഡുണ്ട്. 7 അവാർഡിൽ നല്ല ചിത്രം, സംവിധാനം, നടൻ ജൂറി പ്രത്യേക പരാമർശമുണ്ടായി. പിന്നെ സംഗീതം, എഡിറ്റിങ്, ആലാപനം, ഗാനരചന. ഒരു 7 അവാർഡ് കിട്ടി. വളരെ സന്തോഷമുണ്ടായി. പിന്നെന്താ പറയുക, നിങ്ങളൊക്കെ വന്നപ്പോൾ തന്നെ വേറൊരു മൂഡിലായിപ്പോയി. തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് ഗുണകരമായ VBG റാം G പദ്ധതിക്കെതിരെ LDF, UDF മുന്നണികൾ നടത്തുന്ന കള്ളപ്രചാരണത്തിനെതിരെ BJP നാട്ടിക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നടത്തുന്ന വിശദീകരണ പൊതുയോഗങ്ങൾ കീഴ്പുള്ളിക്കര മേഖലയിൽ നിന്നും ആരംഭിച്ചു. കീഴ്പുള്ളിക്കര മേഖലയിൽ തൃശൂർ സൗത്ത് ജില്ലാ വൈസ് പ്രസിഡന്റ് ലോചനൻ അമ്പാട്ട് ഉദ്ഘാടനം ചെയ്തു. ഇവര് സമരം ചെയ്യുന്ന സമയത്താണ് പ്രിയപ്പെട്ടവരെ ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്ന 369 രൂപയായി വർദ്ധിപ്പിച്ചത്. ഈ 11 വർഷക്കാലത്തിനകത്ത് എത്ര രൂപ വർദ്ധിപ്പിച്ചു എന്ന് പരിശോധിക്കപ്പെടണ്ടേ? ഏറ്റവും കൂടുതൽ തുക വർദ്ധിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോരുന്ന നരേന്ദ്രമോദി ഗവൺമെന്റാണ്. 369 രൂപ എന്ന് ലഭിക്കുകയാണ്. ആ 100 കർമ്മദിന പരിപാടി ഇപ്പം നിലനിന്ന് കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. ആ 100-നെ നമ്മളിത് 125 വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. മണ്ഡലം പ്രസിഡന്റ് റിനി കൃഷ്ണ പ്രസാദ്, ജില്ലാ സെക്രട്ടറി ഹരീഷ് മാസ്റ്റർ, മണ്ഡലം ഭാരവാഹികളായ രതീഷ് TG, ഷൈൻ നെടിയിരിപ്പിൽ, ഉണ്ണിമോൻ NS, കൃഷ്ണനുണ്ണി, നിഷ പ്രവീൺ, ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ സുഗതൻ NS, സിദ്ധൻ പറയങ്ങാട്ടിൽ, പഞ്ചായത്ത് ഭാരവാഹികളായ വിനോബ് VV, സുധീർ, കവിത, രാധിക, ഉണ്ണികൃഷ്ണൻ കാരയിൽ, മുരളീധരൻ, ജയശങ്കർ, പ്രവീൺ സിനി തുടങ്ങിയവർ നേതൃത്വം വഹിച്ചു. ആദ്യകാലത്ത് തന്നെ സഹായിച്ച നാട്ടുകാരനെ പതിറ്റാണ്ടുകൾക്കു ശേഷം കണ്ടുമുട്ടി വ്യവസായി ഡോക്ടർ P. മുഹമ്മദ് അലി. തൃപ്രയാർ പോളിടെക്നിക്കിലെ പഠനത്തിനു ശേഷം 1967 ഇന്ത്യൻ അർദ്ധ സൈനിക വിഭാഗമായ ഗ്രിഫിലേക്ക് ജോലി തേടി പോകുമ്പോൾ ഡൽഹിയിൽ അദ്ദേഹത്തെ ട്രെയിൻ മാറി കയറാൻ സഹായിച്ചയാളാണ് തളിക്കുളത്തെ മാധവൻ നായരുടെ മകൻ മുരളി. ആ യാത്രയ്ക്ക് ശേഷം ജീവിതത്തിൽ ഒരിക്കൽ പോലും മുഹമ്മദ് അലി മുരളിയെ കണ്ടിട്ടില്ല. അന്ന് റൂർക്കിയിലേക്കുള്ള മുഹമ്മദ് അലിയുടെ യാത്ര ജീവിതത്തിലെ ആദ്യ ട്രെയിൻ യാത്രയായിരുന്നു. അദ്ദേഹത്തിന്റെ ഉപ്പ ചന്ദനപ്പറമ്പിൽ സെയ്ദ് മുഹമ്മദാണ് ഡൽഹിയിൽ മുരളിക്ക് കത്തയച്ച് മകനെ ട്രെയിൻ മാറി കയറാൻ സഹായിക്കണമെന്ന് ആവശ്യപ്പെട്ടത്. അക്കാലത്ത് ഡൽഹിയിൽ ജോലി ചെയ്യുകയായിരുന്ന മുരളി റെയിൽവേ സ്റ്റേഷനിലെത്തി റൂർക്കിയിലേക്കുള്ള ട്രെയിൻ കയറാൻ സഹായിച്ചു. ആദ്യമായി ഡൽഹിയിൽ വന്നിറങ്ങിയപ്പോൾ സഹായത്തിനെത്തിയ തളിക്കുളത്തുകാരനെ വർഷങ്ങളായി മുഹമ്മദ് അലി ഓർക്കാറുണ്ട്. അദ്ദേഹത്തെ നേരിൽ കാണാൻ കഴിഞ്ഞിരുന്നില്ല. തളിക്കുളത്തെ അബ്ദുൽ അസീസാണ് മുരളിയെ കണ്ടെത്തി ഡോക്ടർ മുഹമ്മദ് അലിയുടെ അടുത്തേക്ക് എത്തിച്ചത്. മുരളിയെ കണ്ടതും ഏറെ സ്നേഹത്തോടെ മുഹമ്മദ് അലി അദ്ദേഹത്തെ ചേർത്തു പിടിച്ചു. നാട്ടുകാരായ ഹൈദർ അലിയുടെയും അബ്ദുൽ അസീസിന്റെയും പോളയിലെ സഹപാഠിയായിരുന്ന കേണൽ റപ്പായിയുടെയും മുഹമ്മദ് അലിയുടെ ഭാര്യ റസിയയുടെയും എല്ലാം സാന്നിധ്യത്തിൽ ചന്ദനപ്പറമ്പിൽ മുറ്റത്ത് വെച്ച് മുരളിയെ മുഹമ്മദ് അലിയെ പൊന്നാടിയണിച്ച് ആദരിച്ചു. ചടങ്ങിൽ ജീവകാരുണ്യ പ്രവർത്തകൻ അബ്ദുൽ അസീസിന്റെ ജീവിതത്തെ ആസ്പദമാക്കി നസീർ പുന്നയൂർക്കുളം എഴുതിയ ഓർമ്മകളുടെ തോരാമഴയിൽ നിന്ന് എന്ന പുസ്തകത്തിന്റെ പ്രകാശന കർമ്മം ഗൾഫർ മുഹമ്മദ് അലി എടശ്ശേരി CSM സ്കൂൾ മാനേജർ PK ഹൈദരാബാദിക്ക് നൽകിക്കൊണ്ട് നിർവഹിച്ചു. ഞാൻ 67 റൂഡിക്ക് പോകാൻ വേണ്ടിയിട്ട് ഇവിടെ നിന്ന് ഡൽഹിക്ക് ട്രെയിൻ കയറ്റിയിട്ട് അപ്പോഴേ ഉപ്പ നിങ്ങൾക്ക് കത്തെഴുതിയിട്ട് നിങ്ങൾ എന്നെ റെയിൽവേ സ്റ്റേഷനിൽ സ്വീകരിച്ചിരുന്നു, എന്നിട്ട് റൂഡിക്കിലേക്കുള്ള ട്രെയിനിൽ കയറ്റി അയച്ചിട്ടുണ്ട്. അപ്പൊ അതിനോടുള്ള ഒരു നന്ദിയും ആ കടപ്പാടും ഒന്നുകൂടി ഈ അവസരത്തിൽ ഞാൻ ഇല്ല ഇത് ഇങ്ങനത്തെ എന്റെ ജീവിതത്തില് പലരും എന്നെ സഹായിച്ചവരുണ്ട്. അപ്പൊ അതിൽ ആദ്യമായി സഹായിച്ചത് നിങ്ങളാണ്. അപ്പൊ വെള്ളാപ്പള്ളി നടേശൻ നിരന്തരമായി നടത്തിക്കൊണ്ടിരിക്കുന്ന വിദ്വേഷ പ്രചാരണങ്ങൾ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അറിവോടെയും ഒത്താശയോടെയുമാണ് നടക്കുന്നത് എന്ന് വെൽഫെയർ പാർട്ടി ദേശീയ വൈസ് പ്രസിഡന്റ് ഹമീദ് വാണിയമ്പലം പറഞ്ഞു. വർഗീയ വിഷം തുപ്പുന്നവർക്കെതിരെ നടപടിയെടുക്കേണ്ട ഭരണകൂടം നൽകുന്ന മൗനാനുവാദം ദുരൂഹമാണ്. ഒരു മാധ്യമപ്രവർത്തകനെ വർഗീയവാദിയെന്ന് ആക്ഷേപിച്ചിട്ടും നടപടികളുണ്ടാവുന്നില്ല. കേരളത്തിന്റെ സോഷ്യൽ ഫാബ്രിക്കിനെ തകർക്കാൻ വെള്ളാപ്പള്ളിക്കാവില്ല എങ്കിലും CPM-നാവും എന്നതാണ് കേരളത്തെ ഭയപ്പെടുത്തേണ്ടത് എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു.
വെൽഫെയർ പാർട്ടി തൃശൂർ ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച സ്ഥാനാർത്ഥി സംഗമവും ജനപ്രതിനിധിക്ക് സ്വീകരണവും എന്ന പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് KS നിസാർ അധ്യക്ഷത വഹിച്ചു. ചാവക്കാട് മുനിസിപ്പാലിറ്റി 10ാം ഡിവിഷനിൽ നിന്ന് വിജയിച്ച വെൽഫെയർ പാർട്ടിയുടെ ജനപ്രതിനിധി സുജാത സത്യനെ ഹാരാർപ്പണം ചെയ്ത് സ്വീകരിച്ചു. സംസ്ഥാന സെക്രട്ടറി പ്രേമാജി പിഷാരടി, ജില്ലാ വൈസ് പ്രസിഡന്റ് EA റഷീദ് മാസ്റ്റർ, ജില്ലാ ജനറൽ സെക്രട്ടറി KS ഉമൈറ റഫീഖ്, അബ്ദുൽ ഗഫൂർ എന്നിവർ സംസാരിച്ചു. തൃശൂർ ജില്ലയിൽ നിന്ന് വെൽഫെയർ പാർട്ടിക്ക് വേണ്ടി മത്സരിച്ച മുഴുവൻ സ്ഥാനാർത്ഥികളെയും സമ്മേളനം ആദരിച്ചു. വളരെ ശ്രദ്ധേയമായ ഒരു ന്യൂജൻ പൊളിറ്റിക്സ് അവതരിപ്പിച്ച് പൊതുസമൂഹത്തിൽ ശ്രദ്ധിക്കപ്പെട്ട ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ്. ഓരോ തെരഞ്ഞെടുപ്പുകളിലും വെൽഫെയർ പാർട്ടിയെ കുറിച്ചുള്ള ചർച്ചകൾ നടത്താതെ ഇവിടെയുള്ള മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾക്കും അതേപോലെ തന്നെ ഇവിടെയുള്ള മാധ്യമങ്ങൾക്കും ഒരു തെരഞ്ഞെടുപ്പ് ക്യാമ്പയിൻ നടത്താൻ സാധ്യമല്ലാത്ത വിധം കഴിമ്പ്രം വാഴപ്പള്ളി ശ്രീരാജ് രാജരാജേശ്വരി ക്ഷേത്രത്തിൽ ധനുമാസത്തിലെ തിരുവാതിരയെ വരവേറ്റ് വൈകിട്ട് തിരുവാതിരക്കളി നടന്നു. തളിക്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷീബ അജയ് കൃഷ്ണ ഉദ്ഘാടനം ചെയ്തു. ശ്രീ രാജേശ്വരി തിരുവാതിരക്കളി സംഘം കഴിമ്പ്രം, പ്രാണത്തോസ്മി തിരുവാതിരക്കളി സംഘം എടമുട്ടം, ശ്രീരാമചന്ദ്രൻ ചാരിറ്റബിൾ ട്രസ്റ്റ് പകൽ വീട്ടിലെ അമ്മമാർ എന്നിവർ അവതരിപ്പിച്ച തിരുവാതിരക്കളിയും അരങ്ങേറി. നിരവധി ഭക്തജനങ്ങൾ പരിപാടികളിൽ പങ്കെടുത്തു. തുടർന്ന് വൈകിട്ട് ദീപാരാധന, ചുറ്റുവിളക്ക്, ഗന്ധർവ പൂജ, കുരുതി തർപ്പണം, തുടർന്ന് അന്നദാനവും നടന്നു. പരിപാടികൾക്ക് ക്ഷേത്രം ഭാരവാഹികളായ V ഉണ്ണികൃഷ്ണൻ, VR രാധാകൃഷ്ണൻ, VK ഹരിദാസൻ, VK ശശിധരൻ എന്നിവർ നേതൃത്വം നൽകി. ശരീരത്തിനും മനസ്സിനൊക്കെ സന്തോഷവും ആയാസമൊക്കെ തരുന്ന ഒരു കല കൂടിയാണ് തിരുവാതിരക്കളി എന്ന്. ധനുമാസത്തിലെ തിരുവാതിര എല്ലാവരും എന്താ പറയുക തിമിർത്ത് ആഘോഷിക്കുന്ന കാലഘട്ടങ്ങളിൽ ഒരുപാട് ചടങ്ങുകളൊക്കെ അതോടനുബന്ധിച്ച് നമ്മൾ കഥകളിൽ പുരാണങ്ങളൊക്കെ വായിച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ അതിനൊക്കെ എന്താ പറയുക നിലനിർത്തി പോരുന്ന ആ ചടങ്ങും ആചാരങ്ങളൊക്കെ നിലനിർത്തി പോരുന്നതിന് ഇന്നും ചെറുപ്പക്കാരും എല്ലാ വിഭാഗത്തിലും പെടുന്ന പ്രായഭേദമന്യേ എല്ലാവരും അതിനുവേണ്ടി നിങ്ങൾ എത്ര തയ്യാറെടുപ്പ് നടത്തിയിട്ടാണ് ഇവിടെ വന്ന് പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മണലൂരിൽ ബൈക്കിടിച്ച് പരിക്കേറ്റ് ചികിത്സയിലായിരുന്നയാൾ മരിച്ചു. പെരിങ്ങോട്ടുകര കാനാടിക്കാവ് വിഷ്ണുമായ സ്വാമി ക്ഷേത്രത്തിലെ തിറവെള്ളാട്ട് മഹോത്സവത്തോടനുബന്ധിച്ച് കലാകാരന്മാരെ അനുമോദിച്ചു. യേശുവിന്റെ ജനനം മുതൽ ഉയർപ്പ് വരെയുള്ള മുഹൂർത്തങ്ങളുടെ ചിത്രപ്രദർശനം ദൈവപുത്രൻ ശ്രദ്ധേയമായി. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.